എരുമേലി വടക്ക്, എരുമേലി തെക്ക്, കോരുത്തോട് എന്നീ വില്ലേജുകളിൽപ്പെട്ട 10,000-ഓളം വരുന്ന കൃഷിക്കാർക്ക് പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ജനകീയ കൺവെൻഷൻ 4-ന് പുഞ്ചവേലിൽ നടക്കും. വൈകുന്നേരം 4-ന് പുഞ്ചവേൽ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി പാരിഷ് ഹാളിൽ നടക്കുന്ന കൺവെൻഷൻ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ഉദ്ഘാടനം ചെയ്യും. മേഖലയിലെ പട്ടയ വിഷയവുമായി ബന്ധപ്പെട്ട് MLA വിഷയം നിയമസഭയിൽ ഉന്നയിക്കുകയും തുടർന്ന് നിയമപ്രശ്നങ്ങൾ പരിഹരിച്ച് പട്ടയം നൽകുന്നതിന് ഒരു സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസും ആരംഭിക്കുമെന്ന് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എരുമേലി വടക്ക്, എരുമേലി തെക്ക്, കോരുത്തോട് എന്നീ വില്ലേജുകളിൽപ്പെട്ട 10,000-ഓളം ചെറുകിട നാമമാത്ര കൃഷിക്കാരുടെ, അതിൽ ഭൂരിപക്ഷവും പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, അവരുടെ പതിറ്റാണ്ടുകളായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു അവരുടെ കൈവശ ഭൂമിക്ക് പട്ടയം കിട്ടണം എന്നുള്ളത്. നമ്മുടെ പുഞ്ചവയൽ, മുരിക്കും വയൽ, 504, കുഴിമാവ്, കോസടി, കൊട്ടാരങ്കട, പാക്കാനം, പുലിക്കുന്ന്, കപ്പിലാമൂട്, കൊമ്പുകുത്തി, കാരിശ്ശേരി ഈ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ എരുമേലി പഞ്ചായത്തിലെ എലിവാലിക്കര, ഇരുമ്പൂന്നിക്കര, തുമരംപാറ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ പട്ടയം കിട്ടാത്ത 100 കണക്കിന് ആളുകളുണ്ടായിരുന്നു. വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി നടന്നിട്ടുണ്ട്. ഏതായാലും കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാ തടസ്സങ്ങളും പരിഹരിക്കപ്പെട്ട് മലയോര മേഖലയിലെ ഹിൽമൻ സെറ്റിൽമെൻറ്റിൽ ഉപാധിരഹിത പട്ടയം 1964 ഭൂപതിവ് ചട്ടങ്ങൾ പ്രകാരമുള്ള ഉപാധിരഹിത പട്ടയം മുഴുവൻ ആളുകൾക്കും നിയമപരമായ അർഹതയുള്ള മുഴുവൻ ആളുകൾക്കും ഏതാണ്ട് 10,000-ഓടടുത്ത് വരുന്ന പട്ടയ അപേക്ഷകർക്ക് മുഴുവൻ നൽകുന്നതിന് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. തഹസിൽദാർ ഉൾപ്പെടെ 17 പുതിയ തസ്തികകളോടെയാണ് സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസ് അനുവദിച്ചിരിക്കുന്നത്. ഈ ഓഫീസ് എരുമേലി വടക്ക് വില്ലേജ് ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും അവിടെ സ്ഥല സൗകര്യം പരിമിതമായതിനാൽ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പട്ടയ അപേക്ഷകർക്ക് വിവിധ ആവശ്യങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോകുന്നത് അധിക ബുദ്ധിമുട്ടായതിനാൽ ഈ ഓഫീസ് മുണ്ടക്കയം പുത്തൻചന്തയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന് നിശ്ചയിച്ചിരിക്കുകയാണ്. പട്ടയം നൽകുന്നതിന് മുന്നോടിയായി വസ്തുക്കളുടെ ഡിജിറ്റൽ സർവേ നടപടികളും സ്കെച്ച്, പ്ലാൻ എന്നിവ തയ്യാറാക്കുന്ന പ്രവൃത്തികളും ആരംഭിക്കുകയാണ്. ഇത്തരം നടപടികളുടെ സുഗമമായ പൂർത്തീകരണത്തിനാണ് മേഖലയിലെ ആളുകളെ ഉൾപ്പെടുത്തി 4-ന് പുഞ്ചവേലിൽ കൺവെൻഷൻ നടത്തുന്നത്. ആ തീരുമാനം പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് ഒരു സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസ് ഇപ്പോൾ ഒരു സാമ്പത്തിക പ്രയാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ തസ്തികകളൊന്നും ഗവൺമെൻറ് സൃഷ്ടിക്കുന്നില്ല. എങ്കിലും ഈ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലും 17 പുതിയ തസ്തികകൾ, ഒരു തഹസിൽദാർ, 2 ഡെപ്യൂട്ടി തഹസിൽദാർ, 6 സർവേയർമാർ ഉൾപ്പെടെ മറ്റ് അനുബന്ധ സ്റ്റാഫ് ഉൾപ്പെടെ 17 പുതിയ സ്റ്റാഫ് അംഗങ്ങളെ നിയമിച്ചുകൊണ്ട് തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് ഒരു പുതിയ സ്പെഷ്യൽ ഓഫീസ്, തഹസിൽദാർ ഓഫീസ് ഇതിനു വേണ്ടി അനുവദിച്ചിരിക്കുകയാണ്. ആ ഓഫീസിൻ്റെ പ്രവർത്തനം നമ്മുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുന്നോടിയായി എരുമേലി വടക്ക് വില്ലേജിൽ ചെറിയ തോതിൽ തുടക്കം കുറിച്ചിരുന്നു. പക്ഷേ അവിടുത്തെ പരിമിതമായ സൗകര്യത്തിൽ നിന്നുകൊണ്ട് 17 ജീവനക്കാർക്ക് ഇരിക്കാൻ പോലും സൗകര്യമില്ല. അപ്പോൾ അവിടെ തുടർന്ന് പ്രവർത്തിക്കുക പ്രായോഗികമല്ല എന്ന് മനസ്സിലാക്കിയതിനാൽ ഇപ്പോൾ താൽക്കാലികമായി കാഞ്ഞിരപ്പള്ളി സിവിൽ സ്റ്റേഷനിലേക്ക്, മിനി സിവിൽ സ്റ്റേഷനിലേക്ക് ആ ഓഫീസ് മാറ്റിയിരിക്കുകയാണ്. അത് പരമാവധി മുണ്ടക്കയത്തേക്ക് മാറ്റുന്നതിന് തീരുമാനിച്ചിട്ടുമുണ്ട്. പക്ഷേ അതിനുവേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോൾ റവന്യൂ വകുപ്പിൻ്റെ കൈവശത്തിലുള്ള മുണ്ടക്കയം പുത്തൻചന്തയിലെ മുമ്പ് MLA ഫണ്ട് ഉപയോഗിച്ച് പണിതിരുന്ന കെട്ടിടത്തിൽ ആണ് അതിനുവേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. അവിടെ ചെറിയ ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട്. അത്യാവശ്യം അറ്റകുറ്റപ്പണികൾ നടത്തി അത്യാവശ്യം ഫർണിച്ചറുകളും വാങ്ങി അവിടെ ഓഫീസ് പ്രവർത്തിക്കാൻ സജ്ജമാക്കേണ്ടതുണ്ട്. ആ സജ്ജമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. ആ സജ്ജമാകുന്ന മുറയ്ക്ക് അങ്ങോട്ടേക്ക് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യും പരമാവധി വേഗത്തിൽ. അപ്പോൾ ഇതിനൊക്കെ മുന്നോടിയായി ഇപ്പോൾ പട്ടയ നടപടികളുടെ പ്രാരംഭ പ്രവർത്തനം ഓരോ വസ്തുക്കളുടെയും സർവേയാണ്. അപ്പോൾ മുമ്പത്തെ ചെയിൻ സർവേ മാറ്റി ഇപ്പോൾ ഡിജിറ്റൽ സർവേയിലേക്ക് റവന്യൂ വകുപ്പ് നടപടിക്രമങ്ങൾ മാറ്റിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ ഭൂമിയും ഡിജിറ്റൽ സർവേ നടത്തുന്ന രീതിയിലേക്കുള്ള നടപടിക്രമങ്ങൾ അതിൽ കുറേയേറെ നിയോജകമണ്ഡലങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലൊന്ന് പൂഞ്ഞാർ നിയോജകമണ്ഡലമാണ്. പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ ഇപ്പോൾ പൂഞ്ഞാർ നടുഭാഗം വില്ലേജിൽ ഡിജിറ്റൽ റീസർവേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ സംസ്ഥാനത്തെ മുഴുവൻ ഭൂമിയും ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പരമമായ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ പട്ടയം കൊടുക്കുന്ന മുഴുവൻ ആളുകളുടെയും ഭൂമി സർവേ ചെയ്യുന്നത് ഡിജിറ്റൽ സർവേയാണ്. അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ. പിന്നെ ആർക്കെങ്കിലും ഒരു അതിർത്തി തർക്കമോ അല്ലെങ്കിൽ കുറ്റി മാറ്റിയിട്ട് ഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുക അങ്ങനെയുള്ള യാതൊരു ക്രമക്കേടുകൾക്കും ഒരു കാരണവശാലും ആർക്കും കഴിയില്ല. കാരണം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ഓരോ വസ്തുവിൻ്റെയും പ്ലാനും സ്കെച്ചും അതിർത്തിയും വിസ്തീർണവും സർവേ നമ്പറും റീസർവേ നമ്പറും ബ്ലോക്ക് നമ്പറും എല്ലാം മാറുകയാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഡിജിറ്റൽ സർവേ തുടക്കം കുറിച്ചു കഴിഞ്ഞു.
അപ്പോൾ ആ സർവേ നടപടികളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ വലിയ, പ്രത്യേകിച്ച് അപേക്ഷകരുടെ വലിയ സഹകരണം ആവശ്യമുണ്ട്. അവരുടെ ഭൂമിയുടെ അതിർത്തി കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിൻ്റെ യഥാർത്ഥ അവകാശി ആരാണ് എന്നുള്ളത് തീരുമാനിച്ച് അപേക്ഷയിൽ പറയുന്ന ആൾ തന്നെയാണോ എന്നുള്ളതും അക്കാര്യങ്ങളുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഉദ്യോഗസ്ഥ സംവിധാനത്തിന് പിന്തുണ നൽകുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും അതുപോലെ തന്നെ സമയബന്ധിതമായി ഇത് പൂർത്തിയാകും. നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് 1 വർഷത്തിനുള്ളിൽ മുഴുവൻ ആളുകൾക്കും പട്ടയം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരു 2025 സെപ്റ്റംബർ മാസത്തിന് മുമ്പായി, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ കഴിയില്ല, പ്രഖ്യാപനത്തിന് മുമ്പായി, അതിൻ്റെ പെരുമാറ്റച്ചട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പായി മുഴുവൻ ആളുകൾക്കും പട്ടയം കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഒരു വലിയ ജനകീയ കൺവെൻഷൻ, പട്ടയ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ആളുകളുടെ ഒരു കൺവെൻഷൻ വരുന്ന ഞായറാഴ്ച, അതായത് 4-ാം തീയതി, ആഗസ്റ്റ് 4-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് പുഞ്ചവയൽ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിൻ്റെ പാരിഷ് ഹാളിൽ വെച്ച് കൂടുകയാണ്. അതിന് ആ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന, അതുപോലെ തന്നെ കൊരുത്തോട്, എരുമേലിയിലും പട്ടയാപേക്ഷകരുള്ള പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികൾ എല്ലാവരും പങ്കെടുക്കും. അതുപോലെ തന്നെ ഇത് വിശദീകരിക്കുന്നതിന് ഉദ്യോഗസ്ഥർ അവിടെ വരും. അപ്പോൾ നടപടിക്രമങ്ങൾ സംബന്ധിച്ച് വിശദീകരിക്കുക, ജനങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണ്, പട്ടയ അപേക്ഷകർ ഏതൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് നിറവേറ്റേണ്ടത്, നിർവഹിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കും. ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ വിശദീകരിക്കും. പിന്നെ ഈ പട്ടയ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വരെ, അവസാനത്തെ ആൾക്ക് വരെ പട്ടയം നൽകുന്നത് വരെ ഇതിന് നേതൃത്വം നൽകുന്നതിന് ഒരു ജനകീയ സമിതി, ആ പ്രദേശത്തെ ജനപ്രതിനിധികളുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു ജനകീയ സമിതി രൂപീകരിക്കാനും നിശ്ചയിച്ചിട്ടുണ്ട്. പട്ടയം യാഥാർത്ഥ്യമാകുന്നത് അറിഞ്ഞതോടെ വീണ്ടും അപേക്ഷ സമർപ്പിക്കണമെന്ന് തെറ്റിദ്ധരിച്ച് ചിലർ പണം വാങ്ങുന്നതായി മാധ്യമപ്രവർത്തകർ MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്നാണ് MLA അറിയിച്ചത്. അന്വേഷിക്കാം. ആരെങ്കിലും അങ്ങനെ ഇതിന് ഒരു ഇടനിലക്കാരുടെ ആവശ്യമില്ല. ഒരു ജനകീയ സമിതി ഉണ്ടാക്കും. ആ ജനകീയ സമിതി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലായിരിക്കും. അത് ഉദ്യോഗസ്ഥരെ സഹായിക്കാനും കൃത്യമായി കാര്യങ്ങൾ നടക്കാനും ജനങ്ങൾ ഇതിനകത്ത് സജീവമായി ഭാഗഭാക്കാവാനും വേണ്ടിയുള്ള ഒരു ക്രമേണ, അല്ലാതെ ആരെങ്കിലും ഉള്ളതായി ഇതുവരെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു പരാതി ഉണ്ടായാൽ കൃത്യമായ നടപടി, അങ്ങനെ പണം വാങ്ങിച്ചവർക്കെതിരെ ക്രിമിനൽ കേസ് ഉൾപ്പെടെയുള്ള നടപടികളുണ്ടാവും. ഞായറാഴ്ച നടക്കുന്ന കൺവെൻഷനിൽ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PR അനുപമ, ശുഭേഷ് സുധാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.